മമ്മൂക്കായും സിദ്ധിയും കൂടെ അവിടെ നിന്ന് ഭയങ്കര ചിരി എന്നെ നോക്കിയിട്ട് ചിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർ എനിക്കിട്ടെന്തോ പണിയാണല്ലോ. ഞാൻ അങ്ങനെ അടുത്തടുത്ത് വന്ന് ചോദിച്ചു എന്താ. അല്ല ഞാൻ ഇവനോട് പറയുമായിരുന്നു ഈ സിനിമാ നടനെ പോലെ നടക്കുന്ന മലയാള സിനിമയിൽ ഒരാളാണ്. 24 മണിക്കൂർ സിനിമ നടൻ. ഫോൺ എടുത്തിട്ട് എറണാകുളത്ത് നിന്നിട്ട് തിരുവനന്തപുരത്താണെന്ന് പറയും. പലരോടും നോ പറയാനുള്ളൊരു മടി കൊണ്ടൊക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇല്ല 15-ാം തീയതി ഞാനിവിടെ ഉണ്ടാവില്ല, ഞാൻ വേറെ സ്ഥലത്താണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ഹാംലെസ് ആയിട്ടുള്ള കള്ളങ്ങൾ എല്ലാവരും പറയും. അത് നമ്മൾ കള്ളം അല്ലെങ്കിൽ സത്യം എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു എവിടെയെങ്കിലും നടന്നൊരു സംഭവം അതേപോലെ പകർത്തി എഴുതുന്ന അല്ലല്ലോ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതങ്ങനെ കണ്ടെത്തുന്ന ആ കള്ളത്തിന് അങ്ങനെ വേറൊരു നല്ല വശം കൂടി ഉണ്ടെന്ന് പറയാം. ആനയ്ക്ക് മതം പൊട്ടിപ്പോഴേ ടെലിഗ്രാം ചെയ്തു, എലഫൻസ് റിലീജിയൻ ബ്രോക്ക്. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഇവരെന്നെ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ള എൻ്റെ ഏതെങ്കിലും സിനിമയിൽ ഞാൻ അഭിനയിച്ച ഒരു രീതി കണ്ടിട്ടൊക്കെയാണ് എന്നാ പിന്നെ ഇയാളെ ഇങ്ങനെ ഇടാന്ന് തീരുമാനിക്കുന്നത്. സൈജുവിന്റെ അടുത്ത് ഞാൻ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ റിക്വസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, ഈ കടം കയറി മുടിഞ്ഞ കഥാപാത്രം ആവല്ലേ. എന്ന് വെച്ചാൽ ഇതൊരു ഹ്യൂമർ പ്രോ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ തമാശ പറഞ്ഞിട്ടൊന്നും അങ്ങനെയൊന്നും അല്ല. കഥാപാത്രം അല്ല, എന്റെ നടനും ഓഫീസറുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഷെയർ ചെയ്തത്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ് ഹലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നുണക്കുഴി മൂവിയുടെ വിശേഷങ്ങൾ പറയാനായിട്ടാണ്. ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന മൂവിയാണ് നുണക്കുഴി. സോ അതിന്റെ വിശേഷങ്ങൾ പറയാൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മനോജേട്ടൻ, സിദ്ദിഖ, റൈറ്റർ കൃഷ്ണകുമാർ സർ, സൈജു കുരു, ബിനു പപ്പൻ. സോ വെൽക്കം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, കുറച്ച് പൊക്കിപ്പറ എന്ന്. അതുകൊണ്ട് ഞാൻ ആരിൽ നിന്ന് തുടങ്ങണം എന്ന് ആലോചിക്കുകയാണ്. സോ എന്തായാലും നമുക്ക് കൃഷ്ണകുമാർ സാറിന്റെ നേരത്തെ ഇറങ്ങിയത് 12th മാനും കൂമനുമായിരുന്നു. കുറച്ചൊരു സീരിയസ് ജോണറിൽ പോകുന്ന ഒരു മൂവി. ഇന്ന് നുണക്കുഴി നമ്മൾ ടീസർ കണ്ടു ഓൾറെഡി. സോ ഒരു ഷിഫ്റ്റ് ആണ് നമ്മൾ കാണുന്നത്, ഒരു കോമഡി മൂവിയാണ് നമ്മൾ കാണുന്നത്. സോ എന്തായിരുന്നു ആ ഷിഫ്റ്റ്? എന്നെ പറ്റി ഞാൻ പൊക്കി പറയണ്ടല്ലോ അല്ലേ, ഇവര് പറഞ്ഞാൽ മതി. പറഞ്ഞു. ഓ ശരി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ജിത്തുവിനോട് ഒരു കഥ പറയുന്നത് ഒരു കോമഡി ഡ്രാമയായിരുന്നു. ഫസ്റ്റ് ആദ്യം ഞാൻ പോയി ഒരു കഥ പറയുന്നത്. അപ്പൊ കോമഡി അല്ലെങ്കിൽ അതുമായി അനുബന്ധ ഇപ്പൊ ഇതിൽ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഡ്രാമ എന്നൊക്കെ പറയാവുന്ന ഒരു ജോണറിലാണ് ഇത് പോകുന്നത്. അപ്പൊ കോമഡി അങ്ങനെ എഴുതാൻ അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ആ സമയത്ത്. പക്ഷെ ജിത്തുവായിട്ട് കൂടുതൽ ചേർന്ന് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യാൻ പറ്റിയത് 2 ത്രില്ലറാന്നുള്ളതേ ഉള്ളൂ. കൂമനാണ് ആദ്യം കഥ പറഞ്ഞത്. ജിത്തു ജോസഫ് ഇൻഫ്ലുവൻസ് ആണോ ത്രില്ലർ വരുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. ആ സമയത്ത് നമ്മൾ ഈ കോമഡി ഡ്രാമയുടെ കഥ ഇത് അന്നൊരെണ്ണം പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ ഈ കൂമന്റെ കഥയും പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ കൂമന്റെ കഥയിലേക്ക് ജിത്തുവിന് ആ ത്രില്ലറിനോടുള്ള ഒരു ഇൻക്ലിനേഷൻ കാരണം പെട്ടെന്ന് തന്നെ അതിലേക്ക് ജിത്തു ക്യാച്ച് ചെയ്യായിരുന്നത് എഴുതാൻ പറഞ്ഞിട്ട്. അത് എഴുതുന്നതിന്റെ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് 12th മാൻ നടക്കുന്നത്. അപ്പൊ കോമഡി എഴുതുക അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറിലുള്ള പടങ്ങൾ എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് പറ്റുമെങ്കിൽ, നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ, അതിപ്പം ഈ സിനിമ ഓഡിയൻസ് 2 കൈ നീട്ടി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോമഡികൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് ബോധപൂർവമായി നമ്മൾ ത്രില്ലർ കഴിഞ്ഞിട്ട് കോമഡി എഴുതാൻ ശ്രമിച്ചൊന്നുമല്ല, അങ്ങനെ ചെയ്തല്ല. അത് കഴിഞ്ഞിട്ട് ഞാനിത് കൂമന്റെ ഷൂട്ടിനിടയ്ക്കാണ് ഞാൻ ജിത്തുവിനോട് ഈ ഒരു സ്റ്റോറി ലൈൻ പറയുന്നത്. ഇങ്ങനൊരു കഥയുണ്ട്, ഇതിലെ ചില സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു ചില എന്താ പറയുന്നത് റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നൊക്കെ നമുക്ക് ചില സ്പാർക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിത്തു പറഞ്ഞു അതൊരു കോമഡി സിനിമ എന്നുള്ള രീതിയിൽ ജിത്തുവിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്, നിങ്ങളൊന്ന് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതൊരു എഴുത്തിലേക്ക് പോകുന്നതും. ഫുൾ സ്ക്രീൻ പ്ലേ ആയ ശേഷം പിന്നെ വായിക്കാൻ കൊടുക്കുന്നു. എല്ലാവരും കൂടി ഇരുന്ന് വായിച്ചിട്ട് ജിത്തുവിൻ്റെ ഫാമിലി അവരെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഞങ്ങളന്ന് വായിച്ചത്. ഞാൻ വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. അല്ല, അത് അടുത്ത ഘട്ടത്തിൽ പറയും. ഞാൻ ഈ സിനിമയില് ഒരു പ്രൊഡ്യൂസറാണ്, സിനിമയുടെ പ്രൊഡ്യൂസറാണ്.
ഫിലിം പ്രൊഡ്യൂസറാണ്. അല്ല ഇവിടെ നേരത്തെ producer ന്ന് എന്തോ പറഞ്ഞല്ലേ? അത് അതിൽ കൂടുതൽ മുന്നോട്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ല. ഏത് സിനിമ ഏത് നായകന്റെ പ്രൊഡ്യൂസറാണ്? ഈ സിനിമയിലേതാ എന്റെ നായകൻ അതായിരിക്കണം. അപ്പൊ ഞാൻ സിനിമാ നടനാണ് ഈ സിനിമയിൽ. ഓ ഓക്കെ ഏകദേശം ഒരു സൂപ്പർ സ്റ്റാർഡം ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. വേറെയും എന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ എന്നെ പിടിച്ച് സിനിമ നടക്കാൻ കാര്യം? അതിന്റെ മറുപടി പറയും. ആ അത് ശരി. അടുത്ത ചോദ്യം. ഓരോ ക്യാരക്ടേഴ്സിനും പറയണം. സിദ്ദീഖിനെ എന്തുകൊണ്ടിട്ടു, സൈജു എന്തുകൊണ്ട്, അത് പറയും. അല്ല അങ്ങനെയല്ല, ഇവിടെ നമ്മളൊരു രണ്ടുപേരും കൂടെയാണ്, ജിത്തു ഉണ്ട്. എന്നാലും നമ്മളത് എഴുതി ഒരു പൂർത്തിയാക്കിയിട്ട് നമ്മളൊരു ഡിസ്കഷൻ വെക്കുമല്ലോ. ചില ക്യാരക്ടേഴ്സ് നമുക്കത് എഴുതുമ്പോൾ തന്നെ, നമ്മൾ എഴുതി പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന ആള് ചെയ്യാം. ഇതിനകത്തിൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു മിക്കവാറും എല്ലാവരും ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇദ്ദേഹമാണ് ഈ ക്യാരക്ടർ എന്നുള്ളത് ഞങ്ങളുടെ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ആദ്യത്തെ ഒരു വായന കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ വായിക്കുമ്പോൾ തന്നെ അവർക്കും സജഷൻ ഉണ്ടാവും ഇന്ന ക്യാരക്ടർ എന്നുള്ള. അപ്പം എൻ്റെ മനസ്സിലും അത് തന്നെ ആയിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവരെല്ലാം നമ്മളിപ്പം മനോജേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിലും സിദ്ദിഖേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, ബിനു, സൈജു ഇവരൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമ്മൾക്ക് ആ ക്യാരക്ടർ നമ്മൾ എഴുതി ഇങ്ങനെ വരുമ്പം ആ കഥാപാത്രം പറയുന്ന ഡയലോഗ്, അതിൻ്റെ മാനറിസംസ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന ആക്ടറുടെ കയ്യിൽ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. എസ്പെഷ്യലി ഇതൊരു ഹ്യൂമർ സിനിമയാവുമ്പം ഇതിനകത്തിൽ റൈറ്റിംഗ് പോലെ തന്നെ പ്രധാനമാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഹ്യൂമർ എഴുതി വെക്കുന്നതിനെക്കാട്ടിൽ അവരെങ്ങനെ പറയുന്നു, എങ്ങനെ അത് ആ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നു, ഇതിനകത്തിലൊക്കെയാണ് ഹ്യൂമർ വരുന്നത് കൂടുതലും. ഞാൻ സ്ക്രീൻ പ്ലേ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിരി തോന്നാത്ത ഒരു കാര്യം സിദ്ദിഖേട്ടനോ മനോജേട്ടനോ പറയുമ്പം ചിരി തോന്നും. അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് മനോജേട്ടൻ ഇതിനകത്തിലൊരു സൂപ്പർ സ്റ്റാർ എന്നല്ല, ഒരു സ്റ്റാർ, ഒരു നടന്റെ കഥാപാത്രം വന്ന് ഞങ്ങൾ അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പം എന്തുകൊണ്ട് അത് ഞങ്ങളുടെ ഒരു കോമൺ ഡിസ്കഷൻ ആയിരുന്നത്. മനോജേട്ടൻ ചെയ്തുകൂടാ എന്ന് പറഞ്ഞ പോലെ. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സിനിമയിൽ ഒരു പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജുബയൊക്കെ ഇട്ട്, സിൽക്ക് ജുബയൊക്കെ ഇട്ട്, കയ്യിൽ മറ്റേ സ്വർണ്ണ ഇതൊക്കെ ഇട്ട്, ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട്, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഇപ്പൊ ഇതില്ലേ. അപ്പൊ ഞാൻ ബിനുവിനെ വിളിച്ചിട്ട് പ്രൊഡ്യൂസറാന്ന് പറഞ്ഞപ്പോൾ ബിനു ഒന്ന് സ്റ്റക്കായോ എന്നൊരു സംശയം. അപ്പൊ ഞാൻ പറഞ്ഞു, ബിനു ഇത് പരമ്പരാഗത പ്രൊഡ്യൂസർ അല്ല എന്ന് പറഞ്ഞു. നമ്മുടെ മലയാള സിനിമയിൽ ന്യൂജൻ എന്ന് പറയാൻ പരമ്പരാഗത നമ്മൾ മലയാള സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ടൈപ്പ്. ഇപ്പോൾ ഉള്ള പ്രൊഡ്യൂസേഴ്സ് എല്ലാം നമ്മൾ ഈ പഴയ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ സിൽക്ക് ജുബയിട്ട് ബ്രേസ്ലെറ്റ് ഒന്നും ഇട്ട് വരുന്നവരല്ലല്ലോ, എല്ലാം ന്യൂജൻ ആൾക്കാരല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞു, അതാണ് ബിനുവിനെ അങ്ങനെ സെലക്ട് ചെയ്തത്. പിന്നെ സൈജുവിന്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈജുവിന് എന്നോട് ഞാൻ 12th മാനിലും സൈജു ഉണ്ടായിരുന്നു. അപ്പൊ സൈജുവിന്റെ അടുത്ത് ഞാൻ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒറ്റ റിക്വസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, ഈ കടം കയറി മുടിഞ്ഞ കഥാപാത്രം ആവല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, അത് നമ്മളൊരു ഡീസന്റ് ഒരു പിന്നെ പ്രാരബ്ധം കാശൊക്കെ ഉള്ള റിച്ച് ആയിട്ടുള്ള സ്വന്തമായിട്ട് ക്ലിനിക്കൊക്കെ ഉള്ള ഒരു ദന്തിസ്റ്റിനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരു പോക്കിൽ അത് അവസാനിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടം കയറി മുടിഞ്ഞവനെക്കാട്ടിൽ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലാണ് ഇയാള് പോയി നിൽക്കുന്നത്. ഇയാള് മറ്റേ ദാരുണമായ അവസ്ഥയിലാണ്. ഇയാള് മറ്റേ ഈ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നൊക്കെ മറ്റേ തട്ടുകടയിൽ പോയിട്ട് കെഞ്ചുന്ന അവസ്ഥയിലേക്കാണ് പുള്ളി എത്തുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഈ ജാതകം നമുക്ക് തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ സൈജുവിന്റെ ജാതകം നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. അപ്പൊ അതാണ് സൈജു. പിന്നെ സിദ്ദിഖേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മള് വളരെ രണ്ട് ലെയറുള്ള ഒരു ക്യാരക്ടറാണ്. ഒന്ന് ഒരു ഓഫീസർ ആയിട്ട് ആദ്യത്തെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പം സിദ്ദിഖേട്ടൻ്റെ ക്യാരക്ടർ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള പൊസിഷനുള്ള ഒരു ഓഫീസറാണ്. ആ ഓഫീസറിന് ഒരു ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ ഓഫീസറുടെ ആ ഒരു ഡ്യൂട്ടീസിൽ നിന്ന് പുള്ളി പുറത്തേക്ക് ഇറങ്ങി ഇവരുടെ രണ്ടുപേരുടെയും കമ്പനിയിലേക്ക് യാദൃശികമായിട്ട് ഇവർ രണ്ടുപേരുമായിട്ട് ഈ ഒരു ബന്ധമില്ല. ഇതിലെ ഈ കഥാപാത്രങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും തമ്മിൽ നോർമൽ ലൈഫിൽ ഒരു തരത്തിലും കണക്റ്റഡ് ആൾക്കാരല്ല. വളരെ അപൂർവം ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും യാദൃശികമായി അന്നത്തെ പല സംഭവവികാസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവുകയും പിന്നെ അവർ ഓരോ മിഷന്റെ പുറകെ പോവുകയും ആ മിഷനെല്ലാം പോയിട്ട് വലിയ അവതാളത്തിലാവുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഒരു സിനിമയുടെ. അപ്പൊ സിദ്ദിഖേട്ടൻ്റെ സെക്കൻഡ് ഒരു അവതാരം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ഫുൾ അത് നമ്മളിപ്പോൾ ടീസർ ട്രെയിലറൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അതിനകത്തില് പിന്നെ ഇൻസേർട്ടൊക്കെ ചെയ്ത് ഭയങ്കര എക്സിക്യൂട്ടീവ് ഇതിൽ വന്ന് ഭയങ്കര കർശന നിലപാടുള്ള ഒരു ഉദ്യോഗസ്ഥൻ. പിന്നെ അതങ്ങ് മാറും. പിന്നെ ഈ ഇവരുടെ രണ്ടുപേരും കമയിൽ പറയത്തില്ല, അത് ഇവരുടെ കമ്പനിയിലേക്ക് പിന്നെ പുള്ളിയുടെ ലൈനൊക്കെ മാറും, പുള്ളിയുടെ കോസ്റ്റ്യൂം മാറും, പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ മാറും, പുള്ളിയുടെ സ്വഭാവ രീതികൾ മാറും, എല്ലാം മാറും.
അത് മാറുന്ന ആദ്യം ചെല്ലുമ്പം ഈ നടനോടൊരു ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നടനാണല്ലോ, അപ്പം പുള്ളിയുടെ ഒരു സെൽഫി എടുക്കാം, പരിചയപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ആണ് നടൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പം നടൻ്റെ അടുത്തേക്ക് ചെന്ന് കുറച്ചങ്ങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടനെ താനെന്തോട് പറയുന്നത്, താൻ ഇങ്ങോട്ട് പാടും എന്നൊക്കെ പറയുന്ന ലൈനിലേക്ക് ഇദ്ദേഹം അങ്ങ് മാറും. അപ്പൊ അങ്ങനെയാണ് സിദ്ദിഖേട്ടൻ്റെ മനോജേട്ടൻ ഇങ്ങനെ നിൽക്കാൻ പറയരുത് പറയരുത് ബാക്കി ഇല്ല. ബാക്കി മനോജേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു നമ്മളിപ്പോൾ ഒരു സാധാരണ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ഈ നടന്മാരുടെ കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ, പല രൂപത്തിലുമുണ്ട്. മനോജേട്ടൻ നേരത്തെയും ചെയ്തിട്ടുണ്ടല്ലോ, ഞാനേതോ ഒരു പടത്തിൽ അസ്പയറിംഗ് ആക്ടർ ആവാനായിട്ടും ഡയറക്ടർ അങ്ങനത്തെ ജനപ്രിയല്ല, അത് ഡയറക്ടർ ആവാൻ വേണ്ടി. ഇതങ്ങനെയല്ല, ഇത് നടനായിട്ട് നടനാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് സിനിമയൊക്കെ പൊളിഞ്ഞ് ആകെ നിരാശയിലൊക്കെ ഇരിക്കുന്ന ആളാണ്. ഇനി അടുത്തൊരു സിനിമ എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആവണം എന്നൊക്കെ പറഞ്ഞ വലിയ. അപ്പം ഇദ്ദേഹവും ഈ മനോജേട്ടനും ബിനുവും കൂടെ ഒരു പാലത്തിൽ നിൽക്കുന്ന ഒരു സീനുണ്ട്. അത് കാണുന്ന വേറൊരാളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളിനി നിരന്തരമായി പടം പൊട്ടിയിട്ട് പാലത്തിൽ നിന്ന് എടുത്തിയാടി ആത്മഹത്യ ചെയ്യാമല്ലോ നിൽക്കുകയാണോ എന്നാണ് വേറൊരാളത് കണ്ടിട്ട് ഊഹിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണ്. പക്ഷെ എന്നാലും ഈ ജാടയ്ക്കൊന്നും ഒരു കുറവൊന്നുമില്ല. സിനിമാ നടൻ്റെ എല്ലാ ജാടയും ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് എല്ലാം ഈ ക്യാരക്ടർ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ ആക്ടേഴ്സ് ഇങ്ങനെ വരും. തീർച്ചയായിട്ടും പ്ലേസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എഴുതി വരുമ്പോൾ പറ്റും. നമ്മളൊരു റീഡിങ് കഴിയുമ്പോൾ നമുക്ക് പറ്റും ഇത് ഇന്ന ആൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഈ ഡയലോഗ് അപ്പം അതിലൊരു ഈ ഒരു സീൻ ഒരു ഇത് വായിച്ചിട്ട്, ഒരു സ്ക്രിപ്റ്റിനകത്തിലൊരു സീൻ വായിച്ചിട്ട് മനോജേട്ടൻ അത് അഭിനയിച്ച് കാണിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ഡയലോഗ് പറഞ്ഞ് നല്ല ഇടിവെട്ട് ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ വിറപ്പിച്ചൊക്കെ കാണിച്ചിട്ട്. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യും. ഇന്ന ആൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗംഭീരമായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇവരെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ പോർഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രയും സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഇത്രയും വേഴ്സറ്റൈലായിട്ടുള്ള നടന്മാർ വന്നിട്ടാണ് ഈ സിനിമ ഇപ്പം നമുക്ക് കണ്ടിടത്തോളം നല്ലതായിട്ട് നിൽക്കുന്നു എന്ന് വരാനുള്ളൊരു കാരണം ഇവരൊക്കെ തന്നെയാണ്. പെർഫോമേഴ്സാണ് ഇതിനകത്തിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ മനോജേട്ടൻ നേരത്തെ ചോദിച്ചില്ലേ മനോജേട്ടനെ എന്താ നടനാക്കിയതെന്ന്, അതിന് ഞങ്ങൾക്ക് തോന്നിയ ഒരു ആൻസർ ഞങ്ങൾ പറയട്ടെ. കാരണം എന്താണെന്ന് പറയാം, നമ്മൾ മനോജേട്ടനെ എപ്പോ കണ്ടാലും ഭയങ്കര ഡ്രസ്ഡ് ആയിരിക്കും. ഐ മീൻ വെൽ ഡ്രസ്ഡ്, ഭയങ്കര ഒരു ഫാഷൻ, അപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചായിരിക്കും എപ്പോഴും ഡ്രസ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പിക്ചേഴ്സ് ആണെങ്കിലും സിദ്ദിഖിവിടെ അവർക്കറിയാം. ചട്ടമ്പിനാട് ഷൂട്ടിംഗ് നടക്കുന്നു. ചട്ടമ്പിനാടിന്റെ ഷൂട്ടിംഗ് പൊള്ളാച്ചിയിൽ നടക്കുന്നു. അപ്പോൾ എനിക്കതൊരു 11 മണിക്കേ വർക്കുള്ളൂ. അപ്പോൾ മമ്മൂക്കയും സിദ്ദിഖും രാവിലെ തന്നെ ഷൂട്ടിങ്ങിനോടെ ഉണ്ട്. അപ്പോൾ ഞാൻ 11 മണിക്ക് വന്ന് നേരെ ഇറങ്ങി. ഇതുപോലെ നല്ലൊരു ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് നേരെ വരുന്ന സമയത്ത് മമ്മൂക്കയും സിദ്ദിഖും കൂടെ അവിടെ നിന്ന് ഭയങ്കര ചിരി എന്നെ നോക്കിയിട്ട് ചിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ എനിക്കിട്ടെന്തോ പണിയാണുള്ളത്. ഞാൻ അങ്ങനെ അടുത്തടുത്ത് വന്ന് ചോദിച്ചു എന്താ. അല്ല, ഞാൻ ഇവനോട് പറയായിരുന്നു ഈ സിനിമാ നടനെ പോലെ നടക്കുന്ന മലയാള സിനിമയിൽ ഒരാൾ. 24 മണിക്കൂർ സിനിമ നടൻ. അത് മനോജ് കെ മമ്മൂക്ക പറഞ്ഞു. ഞാനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തു. ഞാൻ കളിയാക്കില്ല. ഇല്ല അതിപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ലല്ലോ. മമ്മൂക്ക പറഞ്ഞോണ്ട് കുഴപ്പമില്ല, അതുകൊണ്ടാണ് നമ്മളത് പറയാതിരുന്നത്. അല്ല, ഞാൻ എവിടെ പോയാലും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകും. അതെന്റെ ഒരു ആകെയുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. എവിടെ പോയാലും അങ്ങനെ പോകും. അപ്പൊ അത് നമ്മൾ അങ്ങനെ അതിനുവേണ്ടി എന്താ പറയാ ട്രെൻഡിന് ഒപ്പം ഫാഷൻ തിങ്സ് ഒക്കെ നോക്കി ഇങ്ങനെയൊന്നുമില്ല. കൊള്ളാവുന്ന ഷർട്ടൊക്കെ കണ്ടാൽ മേടിക്കും. എനിക്ക് ആകെപ്പാടെ പൈസ ഇതിനൊക്കെ കാണുള്ളത്. കൂടുതൽ പൈസ ചിലവാക്കുന്ന ഈ കോസ്റ്റ്യൂമിനും കൂളിംഗ് ഗ്ലാസിനും ഷൂവിനും ആക്സസറീസിനും ഒക്കെയാണ്. വേറെ അങ്ങനെ അധികം വേറെ ചെലവുകളില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പൈസ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയപ്പം നടനായിട്ടെങ്കിൽ മനോജേട്ടനെ പ്ലേസ് ചിലപ്പോ അതൊക്കെ ആയിരിക്കാം കാര്യം. മമ്മൂക്ക പറഞ്ഞ കാര്യം അത്. അതേ ചോദിച്ചു നോക്കാം. സിദ്ദിഖിനോട് പറഞ്ഞല്ലേ ഇതേ അവന്റെ വരവുണ്ട്. മലയാള സിനിമയിൽ സിനിമാ നടനെ പോലെ നടക്കും. ശരിയല്ലേ? ശരിയാ, ജഡ്ജ്മെന്റ് തെറ്റിയില്ല. ഓക്കെ, സിദ്ദിഖിക്ക, നുണക്കുഴി എന്നാണല്ലോ നമ്മളുടെ മൂവിയുടെ ടൈറ്റിൽ. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ആരാ? ഞങ്ങളുടെ ഈ കൂട്ടത്തിലോ? ഞങ്ങളാരും അങ്ങനെ ഒരു കള്ളം പറയുന്ന ആളുകളല്ല. കള്ളം പറയുമായിരിക്കും. ഞാനൊരിക്കൽ ഒരു കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഒരു ദിവസമെങ്കിലും ഒരു കള്ളം പോലും പറയാതെ ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറയേണ്ടി വരും. എനിക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു കള്ളമെങ്കിലും പറയാത്തൊരു ദിവസം എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ എല്ലാവരും എന്തെങ്കിലും പറയും. ഒന്നെങ്കിൽ ഫോൺ എടുത്തിട്ട് എറണാകുളത്ത് നിന്നിട്ട് തിരുവനന്തപുരത്താണെന്ന് പറയും. പലരോടും നോ പറയാനുള്ളൊരു മടി കൊണ്ടൊക്കെയാണ് അത്. അല്ലെങ്കിൽ ഇല്ല 15-ാം തീയതി ഞാനിവിടെ ഉണ്ടാവില്ല, ഞാൻ വേറെ സ്ഥലത്താണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ഹാംലെസ് ആയിട്ടുള്ള കള്ളങ്ങൾ എല്ലാവരും പറയും. ആരും പറയാതെ ഒരു കള്ളം പോലും പറയാത്തവരാരും ഉണ്ടാവില്ല. കുറച്ചും കൂടെ ചില ആൾക്കാർ കള്ളം പറയുന്നതേ, ഇപ്പൊ നമ്മളിങ്ങനെ പറയും കള്ളം പറയുന്നത് ഒരു ആർട്ടാന്ന് പറയും. ചില ആൾക്കാർ വളരെ രസമായിട്ട് കള്ളം പറയായിരിക്കും. അങ്ങനെ, അതായത് ചിലപ്പോൾ തമാശയായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ അറിയുമോ? അല്ല, ഇപ്പം ഈ
കൃഷ്ണകുമാർ എഴുതിയിരിക്കുന്ന ഈ കഥ എന്ന് പറയുന്നത് ഒരു സത്യമായ കാര്യമൊന്നുമല്ലല്ലോ. ആഹാ. ഇവര് കള്ളങ്ങൾ ആലോചിക്കുന്നതാണ്, അതൊരു ബുദ്ധിയാണ്. ഈ ആന്റണി ക്വിന്നെ പറ്റി എഴുതിയൊരു പുസ്തകത്തില് ഫെലനി ആന്റണി ക്വിന്നോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പത്രക്കാരോടൊക്കെ ഉള്ള സത്യം മുഴുവൻ വിളിച്ച് പറയുന്നത് എന്താ? അപ്പൊ ആന്റണി ക്വിൻ ചോദിക്കുമ്പോൾ സത്യമല്ലേ പറയേണ്ടത്? ആ സത്യം ആർക്കും വേണമെങ്കിലും പറയാമല്ലോ, ഏത് പൊട്ടനും സത്യം പറയാം, ബുദ്ധി വേണ്ടത് കള്ളം പറയാനാ. ഫെല്ലനി പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് എൻ്റെ സിനിമ എന്നാണ്. അപ്പം അതുപോലെ ഇവർ കണ്ടെത്തുന്ന കള്ളങ്ങളും ഇവർക്കാരും പറഞ്ഞു കൊടുത്തൊന്നുമല്ല, ഇവർ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കള്ളം അല്ലെങ്കിൽ സത്യം എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു എവിടെയെങ്കിലും നടന്നൊരു സംഭവം അതേപോലെ പകർത്തി എഴുതുന്ന അല്ലല്ലോ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതങ്ങനെ കണ്ടെത്തുന്ന ആ കള്ളത്തിന് അങ്ങനെ വേറൊരു നല്ല വശം കൂടി ഉണ്ടെന്ന് പറയാം. അപ്പോൾ കള്ളങ്ങളൊക്കെ എല്ലാവരും പറയും, ക്രിയേറ്റിവിറ്റി ഉള്ള എല്ലാവരും കള്ളം പറയും, ഞാനും കുട്ടിയൊക്കെ കള്ളം പറയും, എല്ലാരും പറയും. അതുപോലെ തന്നെ നമ്മൾ പറയത്തില്ലേ, നുണക്കുഴിയുള്ളവര് വെറുതെ പറയുമല്ലോ, നുണക്കുഴിയുള്ളവർ കുറച്ച് കള്ളം പറയാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് പറയാറില്ലേ നമ്മള്? അതുവല്ലോ ഈ നുണക്കുഴി ടൈറ്റിൽ വന്നത്? അല്ലല്ല അല്ല, അതൊക്കെ ആളുകൾ കണ്ടെത്തുന്ന ഒരു ന്യായം മാത്രമേ. നുണക്കുഴി ഇല്ലാത്തതിന്റെ പേരുള്ള വിഷമം കൊണ്ട് പറയുന്നത്. ഈ പടത്തിൽ ആർക്കും നുണക്കുഴിയില്ല അല്ലേ? അതെ അതെ, ദൈവാധീനം. നുണക്കുഴിയുള്ളവർ അത് വെറുതെ പറയും. നുണക്കുഴിയുള്ളവർ ഭയങ്കര നുണക്കുഴിയൊക്കെ സൗന്ദര്യത്തിന്റെ ലക്ഷണങ്ങളാണല്ലേ. ഓക്കെ. അപ്പൊ സൈജ് ചേട്ടാ, എന്തൊക്കെയാ എന്റെ വിശേഷങ്ങൾ? അതായത് സൈജ് ചേട്ടന്റെ സിനിമയുടെ നമ്മൾ ഫിലിമോഗ്രഫി ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കുറെ കഥാപാത്രങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്, കുറെ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ സൈജ് ചേട്ടനെ സ്ക്രീനിൽ കാണുമ്പോൾ എന്റെ സന്തോഷം എന്താണെന്നറിയോ? ഞാൻ ആദ്യമായി ഇന്റർവ്യൂ ചെയ്യുന്ന ആക്ടർ സൈജു ചേട്ടനായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. സൈജു ചേട്ടൻ ഒരു സെറ്റിലുണ്ടായിരുന്നു, ഒരു മൂവി സെറ്റിലായിരുന്നു. അവിടെ വന്നിട്ട് നമ്മൾ ചെയ്യുമായിരുന്നു. ന്യൂ ഇയർ എപ്പിസോഡ് ആയിരുന്നു ഒരു ചാനലിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനുശേഷം സൈജു ചേട്ടനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ചെയ്തു, പിന്നെ കുറെ ലോങ് ഗ്യാപ്പ് ആയിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഇങ്ങനെ ടി വി വരുമ്പോൾ ഞാൻ ഇന്റർവ്യൂ ചെയ്തതാന്ന് ഞാൻ വീട്ടിൽ പറയാം. അപ്പൊ സൈജു ചേട്ടനെ കുറിച്ചുള്ള എന്റെ ഒരു ഓർമ്മ അതാണ്. അപ്പൊ സൈജു ചേട്ടാ, ഇതിനകത്ത് സൈജു ചേട്ടന്റെ ക്യാരക്ടർ എന്താണ്? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ എല്ലാവരും ഭയങ്കര ഫണ്ണാണ്. സോ ആ നിങ്ങളുടെ ആ ഒരു ഷൂട്ടിംഗ് സെറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷൂട്ടിംഗ് സെറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഇതൊരു ഹ്യൂമർ പടം ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ തമാശ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെയൊന്നും അല്ല. കഥാപാത്രം ഈ എന്റെ കഥാപാത്രം കാരണം കുറച്ച് കുഴപ്പങ്ങൾ ഈ കഥയിൽ ഉണ്ടാവുന്നുണ്ട്. ദന്ത ഡോക്ടറാണ്. അപ്പൊ ആദ്യമായിട്ടൊരു ഡെന്റിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ കിട്ടി. പിന്നെ ഇവരുടെ തന്നെ 12th മാനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ ഒരു ടീമിന്റെ കൂടെ തന്നെ ഒരു ത്രില്ലർ മൂവിയും ചെയ്യാൻ പറ്റി. പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്റർടൈൻമെന്റ് കോമഡി മൂവി അതും ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്. വേറെ പിന്നെ മനോജേട്ടൻ പറഞ്ഞല്ലേ, പ്രൊഡ്യൂസറിന് അപ്പുറം വേറെ ഒന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് നമ്മളുടെ സ്ഥിരം പ്രാരാബ്ദം പരിപാടി തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ പ്രാരാബ്ദ പരിപാടി എന്നല്ല, ഒരു ഗ്ലാസ് വെള്ളം തരുമോന്ന് വേറൊരാളോട് ചോദിക്കുന്ന അവസ്ഥയിൽ പുള്ളി അതിദാരുണമായ അവസ്ഥ. ഓക്കെ. ബിനുചേട്ടൻ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനുള്ള ആരുമായിട്ടായിരുന്നു നമ്മുടെ സിനിമയില്? എന്റെ നടനും ഓഫീസറുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഷെയർ ചെയ്തത്. ഈ പ്രൊഡ്യൂസറുടെ റോള് വന്നു കഴിഞ്ഞപ്പോഴേ ബിനുചേട്ടന്റെ മനസ്സിലോട്ട് ആദ്യം ഓർമ്മ വന്ന ഒരു പ്രൊഡ്യൂസർ റെഫറൻസ് ആരായിരുന്നു? റെഫറൻസ് ഒന്നും എടുത്തിട്ടല്ല പോയത്. അല്ല, നമ്മുടെ മനസ്സിലോട്ട് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ സ്റ്റക്ക് ആയിരുന്നു. ഇനിയിപ്പോ ജുബ്ബ, സ്വർണ്ണമാല അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ടോട്ടലി എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. കോസ്റ്റ്യൂമും ഒക്കെ ആ ഒരു ക്യാരക്ടറിന്റെ പാറ്റേണും ഒക്കെ ഭയങ്കര വ്യത്യാസമായിരുന്നു. അവിടെ ചെന്ന് റൈറ്റർ വളരെ കൃത്യമായിട്ട് എന്താ ഈ കഥാപാത്രം എന്നുള്ള പറഞ്ഞു തന്നുണ്ട്. ഡയറക്ടർ അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അഭിനയിക്കുന്നത് നല്ല സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൂടിയാണ്. പിന്നെ വേറെ അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ. ചേട്ടാ, സെറ്റിലുണ്ടായ എന്തെങ്കിലും ഒരു കാര്യം എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കുന്നതായിരിക്കും, എന്തെങ്കിലും ഒരു ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു ഹ്യൂമർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാമോ? സെറ്റിലുണ്ടായ ഞാനും സിദ്ദിഖും ബൈജും കൂടെ ഞങ്ങൾ 90s അല്ലെങ്കിൽ 80s എന്നൊക്കെ പറയാവുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കുറേ പേഴ്സണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അതൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്നു. അതിൻ്റെ കൂടെ ബേസിലും ബിനുവും ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് നല്ല ആസ്വദിച്ചു അല്ലേ? ഈ രാത്രിയിലായിരുന്നു ഷൂട്ട്, കുറെ രാത്രി ഉണ്ടായിരുന്നു. അപ്പൊ ഈ രാത്രി നമുക്ക് മടുക്കാതെ വെളുപ്പിനെ വരെ പോകുന്നത് ഇവരുടെ ഒരു കമ്പനിയിൽ ഇരിക്കുമ്പോഴാണ്. നമ്മള് ഇവരൊരു 3-4 പേര്, ഇവർ രണ്ടുപേരും ബൈച്ചേട്ടനും ഇവർ 3 പേരും കൂടെ കസേര കേട്ടിരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ചട്ടമ്പിനാട് മുതലുള്ള അല്ലെ അതിനു മുമ്പത്തെ മുതലുള്ള കഥകൾ ഇങ്ങനെ പറയും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണല്ലോ. ഒരു 20-30 വർഷത്തെയൊക്കെ കഥകൾ ഇങ്ങനെ ഇരുന്നാ മതി. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും പല സീനിയർ ആർട്ടിസ്റ്റുകളെ പറ്റിയും ഒക്കെയുള്ള ഇപ്പം നമുക്ക് ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ, സിദ്ദിഖേട്ടനൊക്കെ ആണെങ്കിൽ എന്നോട്
ഇപ്പോൾ KG ജോർജ് സാറൊക്കെ ആയിട്ട് വളരെ പേഴ്സണലായിട്ട് അടുപ്പമുണ്ടായിരുന്ന കാര്യം, അപ്പോൾ അദ്ദേഹമായിട്ട് ട്രാവൽ ചെയ്ത കഥകളും അദ്ദേഹം സിനിമയെ കാണുന്ന കാര്യങ്ങൾ, തിലകൻ ചേട്ടനുമായിട്ടുള്ള സ്ഥിതി, അങ്ങനെയുള്ള ഇവരുടെ പല സീനിയർ ആൾക്കാരുമായിട്ടുള്ള ഇവരുടെ ഇൻട്രാക്ഷൻസും അന്നത്തെ കാലത്തെ സിനിമകളിലെ രീതി, അതിനെപ്പറ്റിയൊക്കെ ഒത്തിരി നേരം സംസാരിക്കായിരുന്നു. കാര്യം ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മളൊരു ഈ സിനിമയുടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കുറേ ആൾക്കാരായതുകൊണ്ട് ചിലപ്പം ഇവരൊരു 3-4 പേര് വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും അപ്പുറത്ത് 2-3 പേരുടെ ഒരു ഷോട്ട് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കഥകളുടെ പരിപാടി, പിന്നെ അതിനിടയ്ക്ക് ഇഷ്ടംപോലെ ഫണ്ണും ഒക്കെ ഉണ്ടാറുണ്ട്. എല്ലാ ഫണ്ണും നമുക്കിപ്പം ഇതിൽ പറയാൻ പറ്റത്തില്ല. നമ്മളെ ടീസറിനകത്ത് നമ്മളുടെ ബേസിൽ ഇട്ടിരുന്ന ഒരു ടീഷർട്ടിനകത്ത് ഒരു ഇതുണ്ടായിരുന്നു, യങ് ഡംപ് ആൻഡ് ബ്രോക്ക് എന്നുള്ളത്. അപ്പൊ അത് ഇങ്ങനെ എന്താ പറയാ, യങ് ജനറേഷൻ റെപ്രസെന്റ് ചെയ്തൊരു സാധനമാണോ? അല്ല, അത് അയാളുടെ അപ്പോഴത്തെ അവസ്ഥയാണ്. അയാള് യങ് ഡംപ് ആൻഡ് ബ്രോക്ക്, തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. അത് മുമ്പ് ഒരാൾ ആനയ്ക്ക് മതം പൊട്ടിയപ്പോഴേ ടെലിഗ്രാം ചെയ്തു, എലിഫൻസ് റിലീജിയൻ ബ്രോക്ക്. ആനയുടെ മതം പൊട്ടിയതുകൊണ്ട് മനസ്സിലായില്ലേ? റിലീജിയൻ എനിക്ക് മനസ്സിലായി, ഒരു സെക്കൻഡ് എടുത്തു. പിന്നെ ഞാനത് ഓർത്തെടുത്ത്. ഓക്കെ, അപ്പോ സിദ്ദിഖ ഏകദേശം എനിക്ക് തോന്നുന്നു 350ഓളം സിനിമകളാവുന്നുണ്ട്. എന്റെ വിക്കിപീഡിയ എന്നെ ചതിച്ചിട്ടില്ലെങ്കിൽ 350ഓളം ആയിട്ടുണ്ടാവും സിനിമകൾ. അപ്പൊ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് നിങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരുപാട് സ്ക്രിപ്റ്റ് നമ്മൾ കേൾക്കുന്നുണ്ടാവും, ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ടാവും, കുറെ സിനിമകൾ നമ്മൾ കമ്മിറ്റ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് നുണക്കുഴിയിൽ ഹുക്ക് ചെയ്തൊരു ഫാക്ടർ എന്തായിരുന്നു? അങ്ങനെ ഒരു പ്രത്യേക ഫാക്ടർ ഹുക്ക് ചെയ്തൊന്നുമല്ല. ഇപ്പം നുണക്കുഴി എന്ന് പറഞ്ഞൊരു സിനിമയിൽ സിദ്ദിഖേട്ടനെ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ജിത്തു വിളിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ആ സിനിമയിൽ ഇന്നായി. അല്ലാണ്ട് അതിനകത്ത് എൻ്റെ റോൾ എന്താണ്, എനിക്ക് അതെന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കും, അങ്ങനെയൊന്നുമില്ല. സിദ്ദിഖേട്ട നമ്മുടെ അടുത്ത പടം ചെയ്യുന്നത് കൃഷ്ണകുമാറിൻ്റെ സ്ക്രിപ്റ്റാണ്, സിദ്ദിഖേട്ടനുണ്ട് അതിനകത്ത് എന്ന് പറയുമ്പോൾ തന്നെ ജിത്തുവിൻ്റെ പടത്തിൽ അങ്ങ് ഇന്നായി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പല പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷമാണ് കൃഷ്ണകുമാർ കഥ എന്ന് പറയുന്നത്. കഥ കേട്ടിങ്ങനെ ഫുള്ള് രസിച്ചിരുന്ന് ചിരിച്ച് മുഴുവൻ കഥയും കേട്ട് ഒരു സിനിമ റൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുത്തല്ലേ? നല്ല സമയം എടുത്തു. ഇങ്ങനെ ഇരുന്നിട്ടാണ് ഓരോ സിറ്റുവേഷൻസ് പറഞ്ഞ് ചിരിച്ച് ഇങ്ങനെ കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ എല്ലാ സിറ്റുവേഷൻസും കേട്ട് പിന്നെ ആ കഥാപാത്രത്തെ എങ്ങനെ ആക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ഇൻപുട്ട് എന്ത് കൊടുക്കുക എന്നുള്ളത് പിന്നീടാണ് ആലോചിക്കുന്നത്. അങ്ങനെ അതിനൊരു പ്രത്യേക ഒരു എന്തെങ്കിലും ഒരു ഫാക്റ്റ് കേട്ടിട്ട് ഹുക്കായതല്ല. നമ്മൾ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ആ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഹുക്കായി, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവരൊക്കെ നമുക്ക് ഒരുപാട് വിശ്വാസമുള്ള ആളുകളാണ്. ഇപ്പം ജിത്തു ആണെങ്കിലും കൃഷ്ണകുമാറാണെങ്കിലും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഇവരെന്നെ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ള എൻ്റെ ഏതെങ്കിലും സിനിമയിൽ ഞാൻ അഭിനയിച്ച ഒരു രീതി കണ്ടിട്ടൊക്കെയാണ് എന്നാൽ പിന്നെ ഇയാളെ ഇങ്ങനെ ഇടാമെന്ന് തീരുമാനിക്കുക. നമ്മളും അങ്ങനെ തന്നെയാണ്. ജിത്തുവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ കൃഷ്ണകുമാറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവർ മുമ്പ് ചെയ്ത സിനിമകളാണ് ഇവരിലേക്ക് നമ്മളെ ഹുക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവരിലൊരു വിശ്വാസം ഉണ്ടാവും, നമുക്കൊരു ക്യാരക്ടർ തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും, അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രം, അതിനുള്ളൊരു എഫേർട്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഭാഗത്ത് എടുക്കാറുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ചോദ്യങ്ങളും കൂടെ. ഒന്ന്, എന്തായാലും നമ്മുടെ മൂവി റിലീസ് ആവാൻ പോവാണ്. അപ്പോൾ സോ നമ്മൾ ഓഡിയൻസ് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഓഡിയൻസിനൊരു ഫൺ റൈഡ് എക്സ്പെക്ട് ചെയ്യാം. അതാണ് നമ്മളിപ്പോൾ ഇതിനകത്തിൽ വേറെ ഭയങ്കര ഒരു ട്വിസ്റ്റുള്ള അങ്ങനത്തെ പടങ്ങളല്ല. ഇപ്പോൾ സാധാരണ ജിത്തു ജോസഫ് സിനിമകളിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 2 മണിക്കൂറിന് മേലെ കുടുംബമായിട്ട് വന്നിരുന്ന്, ഒട്ടും വൾഗാരിറ്റി ഒന്നും ഇല്ലാതെ കുടുംബമായി വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും. അതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ അതിനകത്തിൽ, ഞാൻ ഈ കഥ മുഴുവൻ സിദ്ദിഖേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പം സിദ്ദിഖേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ കുറേ നാൾ കൂടിയാണ് ഇത്രയും എൻജോയ് ചെയ്തൊരു ഹ്യൂമർ സിനിമയുടെ കഥ കേൾക്കുന്നതെന്ന് പറഞ്ഞു. അതെന്നെ സംബന്ധിച്ച് ഞാൻ അന്നത് പറഞ്ഞിട്ട് ഇറങ്ങിയത്. കാരണം ഇത്രയും ഹ്യൂമർ സിനിമകൾ ചെയ്ത ഒരാൾ എന്നോട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ചിരിച്ചൊരു കഥ കേട്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പം അതുപോലത്തെ ഒരു ഔട്ട്പുട്ട് ഇപ്പം ഈ ആക്ടേഴ്സിന്റെ പെർഫോമൻസും എല്ലാം കൂടെ വന്ന് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ഇനി ഞങ്ങൾ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം വാട്സ്ആപ്പ് സ്റ്റിക്കേഴ്സ് നമ്മളെല്ലാവരും സ്റ്റിക്കർ അയക്കുമല്ലോ. അപ്പം നിങ്ങളുടെ തന്നെ മൂവിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സ് ഏതൊക്കെയാ? മനോജേട്ടന്റെ സ്റ്റിക്കേഴ്സ് എന്തെങ്കിലും മനോജേട്ടന്റെ കയ്യിലുണ്ടോ? അതായത് ആരെങ്കിലും ഫ്രണ്ട്സ് അയച്ചു തരുമോ, എന്തെങ്കിലും ചെയ്യുമോ? ഏതൊക്കെയാ? ഒന്ന് ഞാൻ അർദ്ധനാരിയില് ഇതാണല്ലോ, അർദ്ധനാരിയായിട്ട് അഭിനയിച്ചു. അതിന്റെ ഇങ്ങനെ ഒരു കുളിക്കാൻ ഞാൻ ഇറങ്ങിയിരിക്കുന്ന ദിവസമുണ്ട് ഒരു കുളത്തിനകത്ത്. അവിടെ ഇങ്ങനെ ഒരു സാധനം. അത് പിന്നെ ഫാൻറ്റം പൈലി എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ഒരു സാധനം, അതാണ്.
അങ്ങനെ കുറച്ചുണ്ട്. അല്ല എനിക്ക് അതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ നേരം ആ നേരത്തില് അത് അതാണ് ഏറ്റവും ഒരുപാട് hit ആയിട്ടുള്ളത്. ഒരുപാട് കോമൺ ആണ്. നേരത്തിലെ CD റൈറ്റ് CD റൈറ്റ് ചെയ്യുന്ന അറിയാം. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഇതൊക്കെ. എന്റെ ഏറ്റവും കൂടുതൽ സിദ്ദിഖിക്കയുടെ ഞങ്ങളുടെ കയ്യിലുള്ള ഏതാണെന്നറിയോ? ചോട്ടാ മുംബൈ. അല്ല ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വയലാർ എഴുതും ഇതുപോലെ. ആ, വയലാർ ഇത്. അതാണ് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടിട്ടുള്ളത്. ക്ലാസിക് സാധനം. അതെ അതെ. അത് നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വരുമ്പോ പറയും ആ വയലാർ എഴുതും ഇതുപോലെ എന്ന് പറയും. സഹിച്ചേട്ടൻ്റെയോ? അൾട്ടിമേറ്റ് പുച്ഛം, ആ പിന്നെ ഷാജിയേട്ടാ ഇവളെങ്ങ് ആ ആ ആ. ഇത് രണ്ടാണ്. വിനുചേട്ടൻ്റെയോ? എനിക്ക് ഓപ്പറേഷൻ ചാവയിലാണ്, മതി നിർത്ത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us and all the best for the movie. താങ്ക് യു.